കർഷകരുടെ വിയർപ്പ് തുള്ളികൾ വീണ് പൊന്നു വിളയിച്ച നാടാണ് കേരളം. ധാരാളം കൃഷിയിടങ്ങളും വാണിജ്യ സ്ഥാപനങ്ങളും ഗ്രാമാന്തരങ്ങളിൽ നിലനിന്നു പോന്നിരുന്നു. അങ്ങനെയുള്ള ഒരു ഗ്രാമപ്രദേശമാണ് പത്തനംതിട്ട ജില്ലയിലെ കല്ലൂപ്പാറ. ഗ്രാമവാസികളും കൃഷിക്കാരും ചേർന്നൊരുക്കുന്ന വിത്തുവേലി ചന്തയിലെ ചില കാഴ്ചകളാണ് കാർഷിക കേരളത്തിലൂടെ പരിചയപ്പെടുന്നത്. നമ്മുടെ യോഗ നടപടികൾ ആരംഭിക്കുകയാണ്. കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമേ, കല്ലൂപ്പാറ വിത്തുവേലി ചന്തയുടെ രണ്ടാമത് പ്രദർശന വിൽപ്പന ഉദ്ഘാടനമാണ് ഇവിടെ ഇന്ന് നടക്കുന്നത്. ഈ വേദിയിലും ഇതിന് സമീപത്തെ സ്റ്റോളുകളിലുമായൊക്കെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു വാക്കിൽ സ്വാഗതം ആശംസിക്കുന്നു. ആരംഭിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ സംസാരത്തിന് ഇവിടെ പ്രസക്തി ഉണ്ടെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ഈ പരിപാടിയിൽ സംബന്ധിക്കുന്ന മുഴുവൻ ആളുകളെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ നിങ്ങളുടെ സഹകരണം തുടർന്നും പ്രതീക്ഷിച്ചുകൊള്ളുന്നു. കല്ലൂപ്പാറ കല്ലും പാറയും പാടവും പറമ്പുമെല്ലാം ഇടകലർന്ന കാർഷിക ഗ്രാമം. പത്തനംതിട്ട ജില്ലയിൽ മല്ലപ്പള്ളി താലൂക്കിൽ മണിമലയാർ അതിരിടുന്ന ഈ പ്രദേശത്തിന്റെ ഭൂതകാലം കാർഷിക സമൃദ്ധിയുടേതായിരുന്നു. കരിമ്പും കരനെല്ലും കപ്പയും ഉൾപ്പെടെയുള്ള കാർഷിക ഭക്ഷ്യ വിളവുകൾക്കൊപ്പം കറുത്ത പൊന്നായ കുരുമുളകും ഈ മണ്ണിൽ മുളപൊട്ടി. കൃഷിയാണല്ലോ മനുഷ്യൻ്റെ സാമൂഹ്യ ജീവിതത്തിൻ്റെ അടിസ്ഥാനം. അങ്ങനെ സാമൂഹ്യ ജീവിതത്തിൻ്റെ തുടക്കം എന്നുള്ള നിലയിൽ തന്നെ കല്ലൂപ്പാറയിൽ കൃഷി ആരംഭിക്കുകയും അത് തുടർന്നു പോരുകയും ചെയ്തു. ഭക്ഷ്യവിളകൾ മാത്രമല്ല, നമ്മുടെ നാണ്യവിളകളും ഇവിടെ ഉൽപ്പാദിപ്പിച്ചിരുന്നു. ഇവിടുത്തെ കുരുമുളകിന് വിദേശ വിപണിയിൽ പോലും ഏറെ പ്രാധാന്യമുണ്ടായിരുന്നു. കല്ലൂപ്പാറ കൊടി എന്ന് പറയുന്ന ഒരു പ്രത്യേക ഇനം കൊടി തന്നെ ഇവിടെ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുണ്ട്. അങ്ങനെയൊരു സാഹചര്യത്തിലാണ് കല്ലൂപ്പാറയുടെ നഷ്ടപ്പെട്ട കാർഷിക പ്രതാപം വീണ്ടെടുക്കാൻ എന്നുള്ളൊരു ചിന്താഗതിയുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു വിത്തുവേലി ചന്ത സംഘടിപ്പിക്കാമെന്നും നമ്മുടെ നാട്ടിൽ നിന്ന് അന്യമായിക്കൊണ്ടിരിക്കുന്ന കാർഷിക വിളകളെ തിരിച്ചു കൊണ്ടുവരുന്നതിനായിട്ട് അവയുടെ വിത്തുകൾ തേടി അവ ജനങ്ങളിൽ എത്തിക്കുന്നതിനൊരു പരിപാടി എന്നുള്ള നിലയിലാണ് കല്ലൂപ്പാറ അഗ്രികൾച്ചർ പ്രൊഡ്യൂസേഴ്സ് ആൻഡ് പ്രൊമോട്ടേഴ്സ് അസോസിയേഷൻ എന്ന പേരിൽ ഒരു കർഷക സംഘം രൂപീകരിക്കുകയും അതിൻ്റെ ആഭിമുഖ്യത്തിൽ വിത്തുവേലി ചന്ത നടത്തുകയും ചെയ്യുന്നത്. കഴിഞ്ഞ വർഷമാണ് ആദ്യമായിട്ട് ഇവിടെ വിത്തുവേലി ചന്ത നടത്തിയത്. ഈ പ്രാവശ്യം രണ്ടാമത്തെ ആണ്. അപ്പോൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ചെറുകിഴങ്ങ്, വൻകിഴങ്ങ്, മുൾക്കിഴങ്ങ്, നനകിഴങ്ങ് ഇങ്ങനെയുള്ള കിഴങ്ങുകൾ, പിന്നെ വെള്ളക്കൂവ, അതുപോലെ വിവിധതരം കാച്ചിലുകൾ, ചേനകൾ, ഇതെല്ലാം നമ്മൾ ഇവിടെ എത്തിച്ച് അതിൻ്റെ എല്ലാം വിത്തുകൾ ജനങ്ങളിൽ എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഏറെ പ്രാധാന്യമുള്ള ഒന്നായിരുന്നു പാളത്തൈര്. അതായത് പാളയിൽ തൈര് പൊതിയുന്നതിനായി ഇന്ന് കവറുകൾ ഉപയോഗിക്കുമ്പോൾ അന്ന് പാളയായിരുന്നു ഒരു മാധ്യമമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ പാള വെള്ളത്തിലിട്ട് കുതിർത്ത് അത് പിന്നെ ഒരു പ്രത്യേക അളവിൽ കണ്ടിച്ചെടുത്ത് ഗീർക്കിൽ കുത്തി അതിനകത്ത് പിന്നെ പശുവിൻ പാൽ ഉറയൊഴിച്ച് ആണ് പാളത്തൈര് ഉണ്ടാക്കിയിരുന്നത്. അങ്ങനെ ഉണ്ടാക്കിയിരുന്ന പാളത്തൈരിന് ഗുണവും മണവും പ്രത്യേകിച്ചും ഔഷധ ഗുണമുണ്ടെന്നായിരുന്നു പൊതുവായ വിശ്വാസം. അപ്പം ഇക്കാലത്ത് പാളത്തൈരിനെ സംബന്ധിച്ച് അറിയാവുന്നവർ വളരെ കുറവാണ്, പാള കുത്താൻ അറിയാവുന്നവർ വളരെ കുറവാണ്. പക്ഷേ അങ്ങനെയുള്ള ആളുകളെ നമ്മൾ കണ്ടെത്തുകയും അങ്ങനെ പരീക്ഷണാടിസ്ഥാനത്തിൽ ഇത് നമ്മൾ പാള കുത്തിച്ച് ഈ തൈരുണ്ടാക്കുകയും ചെയ്തു. പക്ഷേ അത് വളരെ വിജയപ്രദമായിരുന്നു. ഇവിടെ നമ്മൾ പിന്നെ പാളത്തൈര് ഇറക്കി ഒരു ചന്ത ആരംഭിച്ച ഒരു 15 മിനിറ്റിനുള്ളിൽ മുഴുവൻ പാളത്തൈരും വിറ്റ് തീരുകയാണ് ഉണ്ടായിരുന്നത്. ഈ ഒരു കാർഷിക പ്രതാപം വീണ്ടെടുക്കുകയും എന്ന ലക്ഷ്യത്തോടെ തുടർന്നും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് സംഘടന ഇപ്പോൾ ലക്ഷ്യമാക്കുന്നത്.
നദീതടവുമായി ബന്ധപ്പെട്ട് ഉള്ള സാംസ്കാരിക എല്ലാ സംഘടനകളെയെല്ലാം യോജിപ്പിച്ചുകൊണ്ട് നമ്മൾ ഈ മണിമല റിവർ വാലി ഹെറിറ്റേജ് പ്രോജക്റ്റ് എന്ന പേരിൽ ഈ പ്രദേശത്തിൻ്റെ സംസ്കാരവും ചരിത്രവും പ്രൊമോട്ട് ചെയ്യുന്ന, അത് രേഖപ്പെടുത്തി സൂക്ഷിക്കുക, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആക്ടിവിറ്റികൾ സംഘടിപ്പിക്കുക, സാമാന്യ ജനങ്ങളിലേക്ക് നമ്മുടെ പ്രദേശത്തിൻ്റെ സംസ്കാരത്തെയും ചരിത്രത്തെ അറിയാൻ പ്രചോദിപ്പിക്കുക, ലോക്കൽ ടൂറിസത്തെ പ്രൊമോട്ട് ചെയ്യുക, ഇത്തരം കാഴ്ചപ്പാടുകളോടുകൂടിയാണ് ഇത്തരം ഒരു കൂട്ടായ്മ വന്നിരിക്കുന്നത്. ഞങ്ങളും ഇതിൻ്റെ കൂടെ സഹകരിക്കുകയാണ്. ആ കൂട്ടായ്മ ഇപ്രാവശ്യം ഈ വിത്തുവേലി ചന്തയുമായി സഹകരിക്കുകയാണ്. വിത്തുവേലി ചന്ത എല്ലാ വർഷങ്ങളിലും ഇവർ ഇവിടെ തുടർന്നു പോരുന്നതാണ്. ഒരു കല്ലൂപ്പാറയെ സംബന്ധിച്ചിടത്തോളം മണിമലയാറ് തഴുകി ഒഴുകുന്ന ഒരു മണിമലയാറ് വളഞ്ഞ് ഒരു ലൂപ്പ് പോലെ ഒഴുകുന്നതിനിടയ്ക്കുള്ള ഒരു ഭൂപ്രദേശമാണ്. ഇതിന് വലിയ പാരമ്പര്യമുണ്ട്. ഈ സ്ഥലം പിന്നെ നമ്മുടെ ഒരു മിഡീവൽ പീരീഡിൽ തന്നെ ഒരു തികഞ്ഞ ജനവാസ കേന്ദ്രമായി മാറിയിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇവിടുത്തെ ഈ ആരാധനാലയങ്ങൾ. ഇത്രയും പഴക്കമുള്ള ഏതാണ്ട് 14-ാം നൂറ്റാണ്ടിലെ 1350-നോടടുത്ത് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള കല്ലൂപ്പാറ പള്ളി, അതുപോലെ തന്നെ അവിടുത്തെ കല്ലൂപ്പാറ ഭഗവതി ക്ഷേത്രം, ഇതൊക്കെ കൊണ്ട് തന്നെ നമുക്കറിയാം ഈ പ്രദേശത്തിൻ്റെ ജനവാസം ഏത് കാലഘട്ടത്തിൽ ഇവിടെ